3 പീഡനക്കേസിലെ പ്രതിയായതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഷ്ട്രീയ വനവാസത്തിനിടയിലും പടയൊരുക്കത്തിന് കോപ്പുകൂട്ടുകയാണ് യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പാർട്ടിക്കുള്ളിലെ മുതിർന്ന പടക്കുതിരകളെ ലക്ഷ്യമിട്ട് ഒരു തൊടുത്തുവിട്ടൊരു ഫേസ്ബുക്ക് ഒളിയമ്പും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചയാവുകയാണ്. തൃപ്പൂണിത്തുറ MLA കെ ബാബു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ കുറിപ്പ് പാർട്ടിയിലെ മുടിചൂടാമനന്മാർക്കെതിരെ പരോക്ഷ വിമർശനം കൂടി ഉള്ളതാണ്. ജനം തോൽപ്പിച്ചാലും വിട്ടുപിടിക്കാത്തവർക്ക് കെ ബാബു മാതൃകയാണെന്ന രാഹുലിന്റെ പരാമർശം നിയമസഭയിലേക്ക് വീണ്ടും വണ്ടി പിടിക്കാനൊരുങ്ങുന്ന, ആ ടിക്കറ്റിന് വേണ്ടി മൽപ്പിടുത്തം നടത്തുന്ന പല മുതിർന്ന നേതാക്കളുടെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വെറും ഒരു അഭിനന്ദന കുറിപ്പല്ല, അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള കരുനീക്കമാണ് എന്ന് നമുക്ക് വ്യക്തമാവും. ലൈംഗിക പീഡനാരോപണത്തെ തുടർന്ന് പാർട്ടിക്ക് പുറത്തായ രാഹുൽ കെ ബാബുവിനെ അഴിമതിരഹിതനായി ചിത്രീകരിക്കുന്നതിലൂടെ ഒരു സമാന്തര നീതിയാണ് തേടുന്നത്. 10 വർഷം ഭരിച്ചിട്ടും ബാബുവിനെതിരെ ഒന്നും തെളിയിക്കാൻ CPM-ന് കഴിഞ്ഞില്ലെന്ന് പറയുന്നതിലൂടെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇന്നലെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും സത്യമൊടുവിൽ ജയിക്കുമെന്നുമുള്ള സന്ദേശമാണ് രാഹുൽ നൽകുന്നത്. പാർട്ടിക്കുള്ളിലെ എതിർപ്പുകളെ പ്രതിരോധിക്കാൻ CPM വിരുദ്ധത ഒരു ആയുധമായി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മാറി നിൽക്കൽ മാതൃക എന്ന രാഹുലിന്റെ പ്രയോഗം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ്. വിജയസാധ്യത ഉണ്ടായിട്ടും ബാബു മാറി നിൽക്കുന്നു എന്ന് പുകഴ്ത്തുമ്പോൾ തോറ്റമ്പിയിട്ടും അധികാരം വിട്ടൊഴിയാത്ത നേതാക്കളെ രാഹുൽ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടുന്നു. ഈ പുതുതലമുറയ്ക്ക് അവസരം നൽകണമെന്ന് പറയുന്നതിലൂടെ താൻ അടങ്ങുന്ന യുവ നേതാക്കൾക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പാക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയെ താൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ് എന്നും മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ അത് കേൾക്കുമെന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ, മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ നിയമസഭ സാമാജികത്വം അല്ലെങ്കിൽ തനിക്ക് നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി ടിക്കറ്റിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. കാര്യം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരനാണ്, രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരാളാണ്, അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് പോയ വ്യക്തിയാണ്. എന്നാൽ പോലും ഇനി ഒരു അവസരം കിട്ടിയാൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, ചിലപ്പോൾ അറിയില്ല, അതൊക്കെ ജനവിധിയാണ്. പക്ഷെ ആത്യന്തികമായി രാഷ്ട്രീയമാണ് രാഹുലിന്റെ മേച്ചിൽപ്പുറം. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടണം എന്നുള്ളതാണ് രാഹുലിന്റെ ആവശ്യം. പുറത്താക്കപ്പെട്ടെങ്കിലും തന്റെ ഹൃദയം ഇപ്പോഴും കോൺഗ്രസിനൊപ്പമാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ ഈ പോസ്റ്റ് കൊണ്ടും രാഹുലിന് സഹായകമാകുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരും ബാബുവിന്റെ പോരാട്ടവീയും പരാമർശിക്കുന്നതിലൂടെ ഗ്രൂപ്പിന്റെയും കോൺഗ്രസ് അനുഭാവികളുടെയും വൈകാരിക പിന്തുണ നേടിയെടുക്കാമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. പാർട്ടിക്ക് അനിവാര്യമായ മുഖങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർ മാറണമെന്ന് പറയുന്നതിലൂടെ പ്രമുഖ നേതാക്കളെ പിണക്കാതെ തന്നെ രണ്ടാം നിര നേതാക്കളെ വെട്ടിനിർത്താനുള്ള തന്ത്രമാണ് രാഹുൽ പയറ്റുന്നത്. പുറത്താക്കപ്പെട്ട നേതാവാണെങ്കിലും പാലക്കാട് സീറ്റിൽ കണ്ണുവെച്ചുള്ള നീക്കങ്ങളാണ് രാഹുൽ നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലേക്ക് മാന്യമായ ഒരു തിരിച്ചുവരവ് രാഹുൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ മാറി നിന്നാലേ തനിക്ക് വഴി തെളിയൂ എന്ന ബോധ്യവും ബാബുവിന്റെ പിന്മാറ്റത്തെ ഇത്രയധികം പുകഴ്ത്താൻ രാഹുലിനെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല. ജനം എത്ര തോൽപ്പിച്ചാലും മാറി നിൽക്കാത്തവർക്ക് കെ ബാബു മാതൃകയാണ്. പാർട്ടിയുടെ മുഖമായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റു പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ ബാബുവിന്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ എന്നൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറയുന്നുണ്ട്. എന്നാൽ പീഡനക്കേസിൽ ആരോപണങ്ങൾ നിലനിൽക്കെ രാഹുലിനെ തിരികെ എടുക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന പേടി ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ഈ മാതൃകാ പ്രസംഗം സ്വന്തം ഇരിപ്പിടം സുരക്ഷിതമാക്കാനുള്ള തന്ത്രമാണോ അതോ ആത്മാർത്ഥമായ ഒരു വെളിപാടാണെന്ന സംശയം സ്വാഭാവികമായി നമുക്ക് ഉദിക്കും. എന്തായാലും സീറ്റ് മോഹികൾക്കും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നവർക്കും രാഹുൽ നൽകിയ ഡോസ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്റെ മേലുള്ള കറ കഴുകിക്കളയാനും അണികൾക്കിടയിൽ സ്വീകാര്യത നിലനിർത്താനും പാർട്ടിയിലേക്ക് തിരികെ വരാനുമുള്ള ഒരു പൊളിറ്റിക്കൽ PR വർക്കാണ് രാഹുൽ ഈ പോസ്റ്റിലൂടെ നിർവഹിച്ചിരിക്കുന്നത്.